ഹലോ, അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ പേരാണ് ടൊമാറ്റോ ഗുൽസി. വാക്ക് കടികട്ടിയാണെങ്കിലും സംഭവം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ. ആദ്യം ഉള്ളി അരിഞ്ഞു വെക്കുക. ചെറുതാക്കി അരിഞ്ഞാലും കുഴപ്പമില്ല, വലുതാക്കി അരിഞ്ഞാലും കുഴപ്പമില്ല, കാരണം കുക്കറിലിടുമ്പോൾ എന്തായാലും വേവുമല്ലോ. പിന്നെ 3 കഷ്ണം തക്കാളി, അതേപോലെ പട്ട, കറിവേപ്പില, മുളക്, വെളുത്തുള്ളി, ഇതൊക്കെ ചെറുതാക്കി അരിയുക. അതേപോലെ തക്കാളി വേണമെങ്കിൽ നിങ്ങൾക്ക് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സാധാ കൈയായിട്ട് അരിഞ്ഞാലും മതി. വലുതാക്കി അരിഞ്ഞാൽ കുഴപ്പമില്ല, കാരണം കുക്കറിൽ വേവും. അതിനുശേഷം കുക്കർ എടുത്തിട്ട് അതിലേക്ക് നെയ്യ് വരാം. ഇത് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം അരിഞ്ഞ് വെച്ച സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ ഈ നെയ്ക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് വാടി വരുമ്പോൾ വല്ലുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കുക. പിന്നെ ആ വല്ലുള്ളി വാടാനുള്ള ഉപ്പും പിന്നെ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റും ഇട്ടെടുത്തിട്ട് നമുക്ക് അരി കേൾക്കാൻ പോവാം. അരി എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ ഡബിളാണ് നമ്മൾ എന്തെടുക്കേണ്ടത്, വെള്ളം പാർന്നു കൊടുക്കേണ്ടത് കേട്ടോ. കറക്റ്റ് എനിക്കറിയില്ല. രണ്ട് ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം, അങ്ങനെ 3 വട്ടം കഴിക്കാത്തതിന് അടിപൊളിയാണ്. എന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ വാടി വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വാടി വരുന്ന സമയത്ത് നമുക്ക് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കപ്സ മസാലയും മല്ലിച്ചപ്പും ഇത് മൊത്തം കുക്കറിലിട്ട് കൊടുത്തിന്. അങ്ങനെ മല്ലിച്ചപ്പ് ഇട്ടെടുത്തതിന് ശേഷം കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാനും നന്നാവുക. കേക്ക് വെച്ച് അരി ഇട്ട് കൊടുക്കുക. ഈ അരി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ, കാരണം എല്ലാ ഭാഗത്തും എല്ലാം എത്തണമല്ലോ. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിൻ്റെ ഡബിൾ വെള്ളം പാർന്ന് കൊടുക്കണം. ഞാൻ 2 ഗ്ലാസ് അരി എടുത്തത്, അപ്പോൾ 4 ഗ്ലാസ് വെള്ളം പാർന്നെടുത്തു. അങ്ങനെ നമ്മൾ സംഭവമായിട്ടുള്ള ടൊമാറ്റോ ഗുൽസി റെഡിയായി. നമുക്ക് ടേസ്റ്റ് ചെയ്ത് കണ്ട് റിവ്യൂ നോക്കി നോക്കാം കേട്ടോ. വെയിറ്റ് ചെയ്യേ. റിവ്യൂ ശരിക്കും രസമുണ്ട്, പറഞ്ഞു പഠിപ്പിച്ചതേ അല്ലേ. അപ്പോൾ എല്ലാവരും ലൈഫിൽ വൺസ് ഈ ഒരു സംഭവം ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ബൈ.